നമസ്കാരം. കേരള പാഠാവലിയിലെ മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റാണ് കാലാതീതം കാവ്യ വിസ്മയം. അതിലെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പാഠഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ചതാണ്. ഇത് രാമാഭിഷേക വിഘ്നത്തിലെ അയോധ്യ കാണ്ഡത്തിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. ഇതില് രാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശങ്ങളാണ് കവിതയിലെ മുഖ്യ പ്രമേയം. പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപിഷ്ഠനായ ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രീരാമൻ തന്നെ ഉപദേശിക്കുന്ന ഒരു രംഗമാണ് കവിതാഭാഗത്ത് പ്രതിപാദിക്കുന്നത്. പിന്നെ നമുക്കറിയാം, സമകാലിക കാലഘട്ടവുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു കവിതയാണ്. തുഞ്ചത്തെഴുത്തച്ഛന്റെ കവിതകൾ അധികവും സമകാലിക ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ആധുനിക ജീവിതവുമായി മനുഷ്യന്റെ ചിന്തകള് അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവങ്ങള് പ്രധാനമായും മനുഷ്യ നന്മ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള കവിതകളാണ്. ആ വിഷയങ്ങളാണ് മുഖ്യമായും അദ്ദേഹത്തിന്റെ രചനക്ക് പ്രമേയമായി തീർന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെയും നമ്മൾ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി തുഞ്ചത്തെഴുത്തച്ഛൻ ഈ കവിതയിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞിട്ട് അത്യധികം കുപിതനാവാണ് ആര്? ലക്ഷ്മണൻ. അപ്പൊ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? രാമൻ ചെയ്യുന്നത്. അതാണ് ഇതിലെ മുഖ്യ പ്രമേയം എന്നുള്ളത്. അദ്ദേഹം വത്സ, സൗമിത്രി, കുമാര എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിക്കുകയാണ്. സൗമിത്രിയുടെ മകനെ, എന്റെ സഹോദര, നീ എന്റെ വാക്കുകൾ കേൾക്കണം. എന്നോട് ഏറ്റവും കൂടുതൽ അനുസരണയുള്ളവനാണ് നീ എന്നൊക്കെ പറയുന്നു. മത്സരാദ്യം നീ വെടിയണം. എന്താണ് മത്സരാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീവിതത്തോടുള്ള മത്സരം, എല്ലാം നേടിയെടുക്കണമെന്നുള്ള ചിന്തയും അതുപോലെ തന്നെ പകയും വിദ്വേഷവും കോപവും ഒക്കെ എന്റെ സഹോദര നീ വെടിയണമെന്ന് ആദ്യമായിട്ട് ആരുപദേശിക്കുകയാണ്? ശ്രീരാമനെ ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിക്കുകയാണ്. എന്നെ കുറിച്ച് ഒരുപാട് വാത്സല്യം ഉള്ളവനാണ് നീ. പിന്നെ നിന്നാൽ അസാധ്യമായൊരു കർമ്മവും ഈ ലോകത്തില്ല. കാരണം നീ അത്രയും അഭ്യാസിയാണ്, കഴിവുള്ളവനാണ്. നിന്നാൽ കഴിയാത്തതായിട്ട് അസാധ്യമായിട്ട് ഒന്നും ഈ ലോകത്ത് തന്നെ ഇല്ലാന്ന് നിശ്ചയം ഞാൻ പറയുന്നു. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും, അതായത് ഈ ലോകത്തുള്ള ധാന്യങ്ങളും അതുപോലെ തന്നെ ഈ ലോകത്ത് കാണുന്ന എല്ലാ സുഖാഡംബരങ്ങളൊക്കെ ക്ഷണപ്രഭാചഞ്ചലമാണ്. അതായത് മിന്നൽ പിണരുകൾ പോലെ അത് ശാശ്വതമാണ് എന്നാണ് ആര് പറയുന്നത്? ശ്രീരാമൻ പറയുന്നത്. ഭോഗങ്ങൾ, സുഖാഡംബരങ്ങൾ, നമ്മുടെ ജീവിതത്തിലൊക്കെ സുഖാഡംബരങ്ങളുണ്ട്, ഭോഗങ്ങളുണ്ട്. അതൊക്കെ മിന്നൽ പിണറുകൾ പോലെ ശാശ്വതമാണ്. വേഗേന നഷ്ട ആയുസ് മോർക്കനി എന്ന് പറയാണ്. അതായത് ആ വരികളുടെ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഖാഡംബരങ്ങളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് അവരുടെ ആയുസ് നഷ്ടമാകുമെന്നാണ് പറയുന്നത്. പിന്നെ മനുഷ്യന്റെ ജീവിതത്തെ ഇവിടെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ ഔചിത്യം എന്നൊക്കെ പറയുന്നു. ചില കൽപ്പനകള്, കവിതയിലെ ചില വരികള് കൽപ്പനാ സാദൃശ്യം എന്നൊക്കെ നമ്മൾ പറയും. സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മനുഷ്യന്റെ ജീവിതത്തെ ലോഹത്തകിട്, ചുട്ടുപഴുത്ത ലോഹത്തിൽ ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളിയോട് ഉപമിക്കുകയാണ് ആര് ചെയ്യുന്നത്? തുഞ്ചത്തെഴുത്തച്ഛൻ ചെയ്യുന്നത്. മനോഹരമായൊരു ഔചിത്യം തന്നെയാണത്. നോക്കാം. വഗ്നി സന്തപ്ത ലോഹസ്താം വിബിന്ദുന
സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അതായത് ലോഹത്തിൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളി പെട്ടെന്ന് വെച്ചത് അപ്രത്യക്ഷമാവും. അതുപോലെയാണ് മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നു. പിന്നെ വേറെയും ചില കൽപ്പന സാദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചക്ഷുശ്രവണ ഗളസ്തമാ ധർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. അതായത് ചക്ഷുശ്രവണ ഗളസ്തമാ, അതായത് ഒരു പാമ്പിന്റെ വായിലകപ്പെട്ട ധർദുരം, ഒരു തവള, അത് അവസാനമായി ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് മനുഷ്യന്റെയും അവസ്ഥ. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. കാലമാകുന്ന സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ടു മനുഷ്യന്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. സുഖഭോഗങ്ങളൊക്കെ അതിനാൽ അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും മാലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകൾ അത്രാദി സംഗമ മെട്രയു അല്പകാലസ്ഥിത മോർഗനി. അതായത് നമ്മുടെ മക്കൾ, ഭാര്യ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ ഏത് കാലത്തും നമുക്ക് സ്വന്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരൊക്കെ അസ്ഥിരമാണ്. അതൊക്കെ ശാശ്വതമാണ്.